നിനക്ക് അവിടെ പിടിച്ചു നിന്നൂടായിരുന്നു. എനിക്ക് പറ്റുന്നില്ല ആദർശേട്ടാ. സാരമില്ല, എനിക്ക് നിന്നെ കാണാൻ പറ്റാത്തതിന്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നിട്ടാണോ അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞത്? എടീ, അമ്മയുടെ സങ്കടം കണ്ടപ്പോഴേ എന്തോ ഒരു വിഷമം പോലെ. അതിൽ എനിക്കും വിഷമം ഇല്ലെന്ന് കരുതണ്ട ആദർശേട്ടാ. പക്ഷെ ആദർശേട്ടൻ ഇല്ലാത്തതുകൊണ്ട് രാത്രി ഒന്നും എനിക്ക് ഉറക്കം വരുന്നില്ല. എന്റെ അവസ്ഥ അത് തന്നെയായിരുന്നു. ഇതിനെല്ലാം ഒരു മാറ്റം വരണം. നമ്മുടെ തറവാട്ടിൽ ഇല്ലാത്തതുകൊണ്ട് വിഷമിക്കുന്നത് അമ്മയും അച്ഛനും മാത്രമല്ല, മുത്തച്ഛനും ഇളയച്ചനും ഒന്നത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇനി വിശ്രമിക്കാൻ നേരമില്ല. കിരണു ഇനി കൂടുതൽ സമയം എനിക്ക് വേണ്ടി മാറ്റിവെക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവനും കല്യാണിക്കൊക്കെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നല്ല വേദനയുണ്ട്. അവരും ഒരു പ്രതിസന്ധി നേരിട്ടല്ലേ ഉള്ളൂ. ആ ഗംഗാപ്രസാദിന്റെ കാര്യമൊക്കെ അറിയാലോ. ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ അവർ ഒരുപാട് സഞ്ചരിച്ചിട്ടുള്ളതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നതിന് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ. മുത്തശ്ശനും മുത്തശ്ശിയും കാരണവന്മാരും കൂടെ പടുത്തുയർത്തിയ ജ്വല്ലറിക്ക് ഒരു പരിക്കും പറ്റാൻ പാടില്ല. മൂർത്തി ജ്വല്ലറി വീണ്ടും കുതിച്ചുയരണം. അതിനിടയില് വിഷുവിന് ജ്വല്ലറിക്ക് വലിയ തകർച്ച വരുന്ന എല്ലാവരും പറയുന്നത്. അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴേ ശത്രുക്കളൊക്കെ സന്തോഷിക്കും. പെട്ടെന്നൊരു വളർച്ചയുണ്ടായവർക്ക് അതുപോലെ തളർച്ചയും വരും. ഏത് വിജയവും അധ്വാനിച്ചാ നേടേണ്ടത്. അധ്വാനം ഇല്ലാതെ ചതിയിലൂടെ എന്ത് നേടിയാലും അത് അവരുടെ മുന്നിൽ തകർന്നു വീഴുന്നത് അവർ തന്നെ കാണേണ്ടി വരും. അങ്ങനെ ഒരാളല്ല, രണ്ടാളും പുറത്തുപോയി. അഭിയുടെയും ജലജയുടെയും നമ്പർ 1 ശത്രുവാണ് ഇപ്പൊ പടിയിറങ്ങി പോയത്. അച്ഛനറിയാലോ, അവളാ ആ തറവാടിനെ പൊളിച്ചടിക്കിയത്. ഇനി അവളുടെ ചേച്ചിയും കൂടെ ഉണ്ട്. അവൾ അവിടെ നിക്കട്ടെ മോളെ. അവള് നമുക്കൊരു തുറുപ്പ് ചീട്ടാണ്. മോനും മരുമോളും കൂടി പടിയിറങ്ങി പോയതുകൊണ്ടേ ഇനി അമ്മായി നദിയോട് സത്യം പറയുമെന്ന് അറിയില്ല. ഏയ്, അങ്ങനെ സത്യമൊന്നും പറയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നവിയുടെ സ്വഭാവം വെച്ചിട്ട് അവൾ എന്തും ചെയ്യും. ചിലപ്പോ അവൾ ആത്മഹത്യ വരെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അഭി ജയിലിൽ പോവും എന്ന് മാത്രമല്ല, ആ നയനെ പോലെ അല്ല നവ്യ. അവൾക്ക് വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരു പെൺകുട്ടിയാ. ചിലപ്പോ അവൾ അഭിയെ കോടതി കയറ്റിന്നും ഇരിക്കും, അല്ലെങ്കിൽ ചിലപ്പോ കൊന്നൊന്നും ഇരിക്കും. ഇതൊക്കെ ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം. മോളോട് ദേവയാനി പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ ആണുങ്ങളാവുമ്പോ വിവാഹത്തിന് മുമ്പ് ചില ചുറ്റിക്കളികളൊക്കെ ഉണ്ടാവും മോളെ. അതത്ര കാര്യമാക്കേണ്ട കാര്യമൊന്നുമല്ല. പക്ഷെ എല്ലാത്തിനും ഒരു പരിധി നിശ്ചയിക്കണം. അബദ്ധം പറ്റിയാലേ അത് മൂടുവെക്കാനുള്ള കഴിവും വേണം. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ച് അവൾ അമ്മയായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവനെ രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഈ അനഘ എന്ന പെൺകുട്ടിയെ മാത്രം ഇല്ലാതാക്കിയ പോരാ, അവളിലുണ്ടായ ആ കുഞ്ഞും ജീവിച്ചിരിക്കാൻ പാടില്ല. അതൊക്കെ മനസ്സിലാക്കിയിട്ടാ നയന ആ കുഞ്ഞിന്റെ അമ്മയായത്. ആദർശേട്ടൻ അച്ഛനും എന്നും അഭിയേട്ടനെതിരെ പേടിക്കാനുള്ള ഒരായുധമാ അവർക്ക് കുഞ്ഞ്. മോള് വിഷമിക്കണം. മൂർത്തീസ് ജ്വല്ലറിക്ക് ഇങ്ങനെ ഒരു ഇടിവുണ്ടാവുമെന്ന് ആരെങ്കിലും കരുതിയതാവും. ആ ആദർശ MD സ്ഥാനം ഒഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു പോകുമെന്ന് ആരെങ്കിലും കരുതിയതാവും. അതൊക്കെ സംഭവിച്ചില്ലേ? ഇപ്പൊ ആ വീട്ടില് എല്ലാവർക്കും മുത്തശ്ശനോട് എതിർപ്പാ. അങ്ങനെ വേണം മോളെ. അയാളെ എല്ലാവരും തള്ളി പറയും. അയാളുടെ നിഴലായി നടന്ന അയാളുടെ ഭാര്യ പോലും. പിന്നെ അവിടെ ബുദ്ധി വികസിക്കാത്ത 2 എണ്ണം ഉണ്ടല്ലോ, അയാളുടെ മക്കള്, നിന്റെ അമ്മാവന്മാര്. അവന്മാര് മൂർത്തി എന്ത് പറഞ്ഞാലും അതിനപ്പുറം ചലിക്കത്തില്ല. സ്വന്തം മോനെ പുറത്താക്കിയാലും ജയൻ മൂർത്തിക്ക് ഒപ്പമേ നിൽക്കൂ. അതൊക്കെ ആ വീട്ടിനകത്ത് പല രീതിയിലുള്ള സംസാരത്തിനും കാരണമാകും. വസുന്ധരാമയും മൂർത്തിയും തമ്മിൽ തെറ്റട്ടെ, ജയനും ദേവേനും തമ്മിൽ തെറ്റട്ടെ, ഏട്ടന്റെ സ്ഥാനം കൈയാളുന്ന അനിയും ആദർശം തമ്മിൽ മത്സരമുണ്ടാവട്ടെ. അങ്ങനെ അനന്തപുരിയിൽ എല്ലാവരും 2 ദിശയിലായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം എളുപ്പമായി. കുടുംബം തകരുമ്പോ ബിസിനസ്സും തകരും. സ്വസ്ഥതയുള്ള മനസ്സുകൾക്ക് മാത്രമേ ശാന്തമായി ബിസിനസ് ചെയ്യാൻ പറ്റൂ. മുതലാളിമാര് തമ്മിൽ മത്സരമുണ്ടാകും. പക്ഷെ വീട്ടിനകത്ത് മനസമാധാനം കിട്ടിയില്ലെങ്കിൽ അവരാട്ടിമുടി തകരും. മൂർത്തി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും, വെട്ടിപ്പിടിച്ചതൊക്കെ വെറുതെയായി എന്ന്. എന്താ അയാളുടെ മനസ്സിലൊന്നും അറിയില്ല. അതുപോലെ പരിക്കൻ രീതിയിലാ ഇപ്പൊ നോട്ടവും പെരുമാറ്റവും ഒക്കെ. അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാമോ? അയാൾ കുടുംബത്തെക്കാളും അയാളുടെ മക്കളെക്കാളും കൊച്ചുമക്കളെക്കാളും സ്നേഹിക്കുന്നത് അയാളുടെ ബിസിനസിന് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബിസിനസ് തകർന്നാൽ മൂർത്തി മറ്റൊരു മനുഷ്യനാകും. അത് വീട്ടിലുള്ളവർ മനസ്സിലാക്കണം. പ്രായത്തിന്റെ അവശതയുള്ള മൂർത്തിക്ക് ഇനി പഴയ പ്രതാപത്തിൽ വിരാജിക്കാമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല. ഇനിയുള്ള അയാളുടെ അവസ്ഥ അതിദയനീയമായിരിക്കും മോളെ. അച്ഛാ, അനി ഇതൊന്നും അറിഞ്ഞിട്ടില്ല. അവനെ ആരും ഇതൊന്നും അറിയിച്ചിട്ടുമില്ല. അവൻ ഇതൊക്കെ അറിയുമ്പോ എങ്ങനെ പ്രതികരിക്കുന്നു പറയാനേ പറ്റത്തില്ല. അവനിത് സഹിക്കാൻ പറ്റുമോ? ആദർശിന്റെ നിഴല്ല അവൻ ഇന്നേ വരെ ജീവിച്ചിട്ടുള്ളത്. എന്തിനാണ് അവനെങ്ങനെ നിഴലിൽ നിൽക്കുന്നത്? അവൻ അതിൽ നിന്ന് പുറത്തു വരാൻ സമയമായില്ലേ? ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ശരി, ഏട്ടന്റെ തണലിൽ കഴിയാനാ എനിക്കിഷ്ടം. അത് അവന്റെ കഴിവുകളല്ലേ. അവനിപ്പോ ആദർശിനേക്കാളും കഴിവ് തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിലൊക്കെ ആദർശന്റെ സഹായമില്ല അച്ഛാ. ഇനി സഹായമില്ലാതെ അവൻ വളരണം. മൂർത്തീസ് ഗ്രൂപ്പിന്റെ MD സ്ഥാനം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കെ. അതിലേക്ക് തൽക്കാലം ഞാൻ പുറത്തുനിന്ന് ആളെ കൊണ്ടുവരുന്നില്ല. ഇനി ആ കസേര എനിക്കുള്ളതാണ്. എന്താ, നിന്റെ മുൻ MD ആവുന്നതിൽ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അച്ഛാ, അതിപ്പോ അങ്ങനെ ചോദിച്ചാ എനിക്കല്ല, എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും. നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആദർശന്റെ അത്രയും കഴിവ് എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല അച്ഛാ. അവക്കതങ്ങോട്ട് പിടിച്ചില്ല. അവക്ക് അവളുടെ മോനെ MD ആക്കണമെന്നാ. അവസരങ്ങൾ കൊടുത്താൽ മാത്രമേ ഓരോരുത്തരുടെ ടാലന്റ് മനസ്സിലാക്കാൻ പറ്റൂ. ഇനി മൂർത്തീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അനി ഭരിക്കട്ടെ. അച്ഛാ, എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. നിന്റെ യോജിപ്പ് ആര് നോക്കുന്നു? നിന്നെയും ജയനെയും മാറ്റി നിർത്തിയിട്ട് ആദർശനെ MD ആക്കാൻ തീരുമാനിച്ചത് നിന്റെയൊക്കെ അഭിപ്രായം മാനിച്ചിട്ടാണ് അല്ലല്ലോ. അനി വന്നാൽ ഉടൻ തന്നെ അവന് ഞാൻ മൂർത്തീസ് ഗ്രൂപ്പിന് MD കസേരയിലെടുത്തു. പിന്നെ അവനും ആദർശനെ പോലെ കമ്പനിയെ താഴേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ അവനും മാറും. പിന്നെ ആര് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. അതിനുശേഷം എന്റെ അഭിയെ എങ്ങനെ ആ സ്ഥാനത്തേക്ക് അച്ഛൻ കൊണ്ടുവന്നെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെട്ടേന്. അച്ഛാ, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്കൊരു സഹായത്തിന് അഭിയെ കൂടെ കമ്പനിയിലേക്ക് ഒന്ന് കയറ്റിക്കൂടെ? സഹായത്തിനായിട്ട് കേട്ടാൻ പറ്റില്ല. വേണമെങ്കിൽ ഉപദ്രവത്തിനായിട്ട് അവനെ കമ്പനി കയറ്റാം. അല്ല, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാനും പറഞ്ഞതേ ഉള്ളൂ. പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ആ,
മനസ്സിലായി. എന്റെ മകന് രാജയോഗം ഉണ്ടെന്ന് ജോത്സർ പറഞ്ഞത് എത്ര സത്യ. ഇനി അവനാണ് എം ഡി എങ്കിൽ ഞാൻ എം ഡിയുടെ അമ്മയാണ്, മൂർത്തീസ് ഗ്രൂപ്പ് എം ഡിയുടെ അമ്മ. ഇതുകൊണ്ട് തന്നെ ആര് രക്ഷപ്പെടാത്തത്? ഇത്രയൊക്കെ ആയിട്ടും എന്റെ മോനൊരു സ്റ്റാഫ് പോലും ആക്കുന്നില്ല. എന്നിട്ട് എട്ടും മുട്ടും തിരിയാത്ത ഒരുത്തിന് എം ഡി കസ്റ്റഡിയിൽ ഇരുത്താൻ പോവാ. ജാനകി കോൾ അടിച്ചല്ലോ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അനിയെ എം ഡി ആക്കാൻ പോവല്ലേ? അത് ചെറിയ കാര്യമാണോ? അജയേട്ടൻ എന്ത് മനുഷ്യനെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഒരു ഗോൾഡൻ ചാൻസ് വരുമ്പോ അത് തട്ടിത്തെറിപ്പിക്കാൻ പാടുണ്ടോ? അജയേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ അതൊന്നും കേൾക്കില്ല. ഇനി അനി എം ഡി സ്ഥാനം വേണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പിന്നീട് എന്ത് തീരുമാനിക്കുന്നു പറയാൻ പറ്റില്ല. അങ്ങനെ പറയരുത്. അതിന് വേണ്ടിട്ടേ നീ നിന്റെ ഭർത്താവിന്റെയും അനിയുടെയും മനസ്സ് മാറ്റിയെടുക്കാൻ ശ്രമിക്കണം. ദേ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും അജയേട്ടന്റെ മനസ്സിൽ കാണും സ്വന്തം മോനെ എം ഡി ആക്കണമെന്ന്. ഇവിടുത്തെ ആണുങ്ങളുടെ കാര്യമൊക്കെ നിനക്ക് അറിയാലോ ജലജയ. അവരൊക്കെ ഒറ്റക്കെട്ടാ. എന്തായാലും ഇതൊരു നല്ല അവസരമാ. ഇപ്പൊ ഇത് നഷ്ടപ്പെടുത്തി കഴിഞ്ഞാ പിന്നെ ഇതുപോലെ നീ കിട്ടണമെന്നില്ല. ഇവിടെ നടന്ന കാര്യങ്ങളൊന്നും അറിയാതെ ചെന്നൈയിലാണ് അനി. ആദർശ് വീട് വിട്ടു പോയതും നയന് പോയതൊന്നും അവനെ അറിഞ്ഞിട്ടില്ല. എന്റെ ജാനകി, നിന്റെ മോനൊരു കല്യാണം കഴിച്ചെങ്കിലും അവളുമായിട്ട് കുടുംബജീവിതം ഒന്നും നയിച്ചിട്ടില്ല. ഇനിയിപ്പൊ അവൻ മൂർത്തീസ് ഗ്രൂപ്പിന്റെ എം ഡി ആയി കഴിഞ്ഞാ ഒരു കല്യാണം കഴിഞ്ഞതൊന്നും ഒരു പോരായ്മയായിട്ട് ആരും കാണില്ല. അവൻ എടുപ്പത് സ്വർണവും പണവും ഉള്ളൊരു പെണ്ണിനെ കിട്ടും. എന്റെ മോനും ആദർശനൊന്നും ആ ഭാഗ്യം കിട്ടിയിട്ടില്ല. ഒരിക്കലും കയറി വരാൻ പാടില്ലാത്തവള് വരാ ഈ വീട്ടിലോട്ട് കയറി വന്നത്. അനിയുടെ ജീവിതത്തിലേക്ക് വന്നോളൂ അങ്ങനെ തന്നെ. പക്ഷെ ഇനി ഏതെങ്കിലും കോടീശ്വരന്മാരുടെ മക്കളെ അനിക്ക് കിട്ടും. അതിനുള്ള അവസരം വന്നിരിക്കുന്നത്. എന്റെ മനസ്സിൽ അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ സ്റ്റാറ്റസിൽ ചേർന്ന ഒരു പെൺകുട്ടി തന്നെ എന്റെ മോന്റെ ജീവിതത്തിലേക്ക് വരണമെന്ന്. അതെ, പറയുന്നുണ്ട്, ഒന്നും തോന്നരുത്. അവൻ ഇപ്പോഴും ആ എസ് ഐ പെണ്ണിന്റെ പിന്നാലെയാ, നന്ദുന്റെ. നീ അത് കണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. അഭി അങ്ങനെ പറയുന്നത് കേട്ടു. അഭി പറഞ്ഞെങ്കിൽ അത് കള്ളമായിരിക്കും. അവൻ വാ തുറക്കുന്നത് കള്ളം പറയാനും ഭക്ഷണം കഴിക്കാനും ആണല്ലോ. അവന്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഗോവിന്ദനും കനകയ്ക്കും വാക്ക് കൊടുത്തതാ ഇനി അനിയെ കൊണ്ട് ശല്യം ഉണ്ടാവില്ലെന്ന്. അതുകൊണ്ട് ഇനി അവൻ ആ വഴിക്കൊന്നും പോകത്തില്ല. പിന്നെ ആ ബന്ധം നടക്കില്ലെന്ന് അവനോട് ഞാൻ തറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ അനി കമ്പനിയുടെ എം ഡി ആയാലും ഇല്ലെങ്കിലും അതിന് മാറ്റമൊന്നുമില്ല. ഓരോരോ വിഷയത്തിന്റെ പേരിൽ എല്ലാവരും തമ്മിൽ തല്ലുന്നത് കണ്ടു നിൽക്കാൻ നല്ല രസം. ശരി മോനെ, ഞാൻ നിന്നെ വിളിച്ചോളാം. കഴിവതും പുറത്തുനിന്നുള്ള ഫുഡ് ഒഴിവാക്കണം. നീ താമസിക്കുന്ന ഹോട്ടലിൽ നല്ല ഫുഡ് കിട്ടും, അവിടെ നിന്ന് മാത്രം കഴിച്ചാൽ മതി. ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം മോനെ. അയ്യോ, മോനാണ് വിളിച്ചേ? അതെ. എന്നാ പിന്നെ എന്റെ കയ്യിൽ തന്നൂടായിരുന്നോ? എന്തിനാ തരുന്നത്? ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അവനോട് പറയാൻ. അവൻ എപ്പോഴായാലും അതൊക്കെ അറിയില്ലേ ചേട്ടാ? അത് അവൻ ഇവിടെ വന്നിട്ട് അറിഞ്ഞാൽ മതി. ഇനി ചെന്നൈയിൽ പോയവൻ ടെൻഷൻ അടിച്ചിട്ട് അടുത്ത ഫ്ലൈറ്റ് കയറി ഇങ്ങോട്ട് വരണ്ട. അവൻ നാളെ എത്തുമല്ലോ. ചേട്ടാ, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ. ഇനി കമ്പനിയുടെ എം ഡി നമ്മുടെ മോനാ. ഞാനൊരിക്കലും അവനെ എം ഡി ആകണമെന്ന് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ അവന് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചപ്പോ അവനത് ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആദർശ് ഒഴിഞ്ഞ കസേര അച്ഛൻ അവന് കൊടുക്കാൻ പോകുന്നത്. അതിനുള്ള കഴിവും പ്രാപ്തിയൊക്കെ അവനുണ്ടെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ പിന്നെ അവൻ എം ഡി സ്ഥാനം ഏറ്റെടുക്കണമെന്ന് അച്ഛൻ പറയില്ലല്ലോ. അതെന്തുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അവനെയും ചേട്ടനെയും എന്നെ ഒന്നും അച്ഛൻ ആ സ്വത്ത് ഏൽപ്പിക്കില്ലെന്നാ കരുതിയത്. പുറത്തു നിന്ന് ആരെങ്കിലും കൊണ്ടുവരുമെന്നാ ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ പുറത്തുള്ളവര് മൂർത്തിസ് ജ്വല്ലറിയുടെ എം ഡി ആയിട്ടില്ലല്ലോ. പാരമ്പര്യമായിട്ട് ഇവിടെയുള്ളവര് തന്നെ ആ സ്ഥാനം കൈയാളിയിട്ടുള്ളത്. അത് ബിസിനസ് തകരാത്തതുകൊണ്ടാ. ഇതിനു മുമ്പ് നമുക്ക് ഇങ്ങനെ ഒരു തകർച്ച ഉണ്ടായിട്ടില്ല. ദേ, ഇനി അജയേട്ടനായിട്ട് അച്ഛനെ തിരുത്താനൊന്നും നിൽക്കണ്ട. നമ്മുടെ മോനെ എം ഡി കസേരയിൽ ഇരിക്കുന്നത് നമുക്കൊരു അഭിമാനല്ലേ? നിർത്ത്. നിന്റെ സ്വാർത്ഥതയും അത്യാഗ്രഹമൊക്കെ നിന്റെ കയ്യിൽ വെച്ചാൽ മതി. ജലജയെ പോലെ ആവരുത് നീ. ഇടയ്ക്കൊന്നും നന്നായത്. ഇനി പഴയതുപോലെ സ്വഭാവം മാറില്ലെന്നാ ഞാൻ പറഞ്ഞത്. ആദർശ് എം ഡി സ്ഥാനം ഉപേക്ഷിച്ചതും വീട് വിട്ടു പോയതൊക്കെ എല്ലാവർക്കും വലിയ ഷോക്കായിരിക്കുക. ഞാനും ചേട്ടനും ഒക്കെ അച്ഛന്റെ നിലപാടുകൾ ശരിവെക്കുമ്പോഴും ആദർശില്ലാത്ത വീടിനെ പറ്റിയും കമ്പനിയെ പറ്റിയും ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. പിന്നെ അച്ഛനൊപ്പം നിന്ന് നിങ്ങൾ രണ്ടാളും ആദർശനെ വിമർശിച്ചത് അതങ്ങനെയാ വേണ്ടത്. ഒരാൾക്ക് വീഴ്ച പറ്റുമ്പോ അത് ചൂണ്ടിക്കാണി. എന്ന് വെച്ച് ആദർശ് ഇരുന്ന കസേരയിൽ അനി ഇരിക്കാൻ യോഗ്യനാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അവനെ എന്റെ മകനാണെങ്കിലും ശരി. അജയേട്ട് നോക്കിക്കോ, അവൻ ആ കസേരയിൽ ഇരിക്കുകയും ചെയ്യും, ആദർശിനേക്കാളും നന്നായിട്ട് അവനെ ഏൽപ്പിച്ച ജോലി ചെയ്യുകയും ചെയ്യും. ഒന്ന് നിന്നെ. നമ്മുടെ മോനെ ഇതുവരെ നീ മനസ്സിലാക്കിയിട്ടില്ല. ഏട്ടന്റെ നിഴലായി നിൽക്കാനേ എന്നും അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അല്ലാതെ അവന്റെ തലയ്ക്ക് മീതെ പറക്കണമെന്ന് അനി ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴല്ലേ അജയേട്ടാ അതൊന്നും വിട്ടുപോകുന്ന എല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആഗ്രഹിക്കുന്നവരല്ല ഈ കുടുംബത്തിലുള്ളവരെന്നാ പറഞ്ഞത്. ജയേട്ടനെ ഒഴിവാക്കിയിട്ട് അതിന് മുകളിലേക്ക് എത്തണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. അതുപോലെ തന്നെയാ ആദർശ് അനിയൊക്കെ. ആദർശ് വീട് വിട്ടു പോയ കാര്യം അനി ഇതുവരെ അറിഞ്ഞിട്ടില്ല. അറിയുമ്പോ നമ്മളെക്കാൾ കൂടുതൽ അവൻ വേദനിക്കും. കാരണം അത്രത്തോളം അനിയനെ അറിഞ്ഞ് സ്നേഹിച്ചൊരു ഏട്ടനാ ആദർശ്. അത് നീ ഒരിക്കലും മറക്കരുത്. ഇദ്ദേഹത്തിന്റെ മനസ്സെന്താണെന്ന് ഇപ്പൊ എനിക്ക് മാത്രമേ അറിയൂ. എന്നാലും അതറിയുന്നവരെ എന്നെ ഇങ്ങനെ ഇട്ട് ശ്വാസം മുട്ടിക്കണ്ടായിരുന്നു. ഞാൻ ഒരുപാട് തവണ എന്നോട് തന്നെ ചോദിച്ചു, എന്റെ കുട്ടികളുടെ അച്ഛൻ ഇതെന്താ പറ്റിയെന്ന്. ഇനിയിപ്പോ അറിഞ്ഞ കാര്യങ്ങൾ ആരോടും പറയാൻ നിൽക്കണ്ട. എന്റെ മക്കൾ പോലും ഇത് അറിഞ്ഞിട്ടില്ല. ആദർശിൽ എനിക്ക് വലിയ പ്രതീക്ഷയാണ്. നമ്മളൊക്കെ കൊഴിഞ്ഞു പോകാൻ പോകുന്നവരാ. എന്നാൽ ഇനി പതിറ്റാണ്ടുകളുള്ള മൂർത്തീസ് ഗ്രൂപ്പിനെ നയിക്കേണ്ടത് ആദർശാണ്. ഇനി ഒരിക്കലും അവനൊരു തിരിച്ചടി ഉണ്ടാവാതിരിക്കാൻ അവൻ ഈ പരീക്ഷണം വിജയിച്ചു വരണം. അവന്റെ മനസ്സിൽ ഒരൊറ്റ ചിന്ത മാത്രമാണുള്ളത്, എന്റെ മുന്നിൽ തല ഉയർത്തി പിടിച്ച് നിൽക്കുന്ന ദിവസം. നയനമോളുടെ കൈയും പിടിച്ചുകൊണ്ട് മൂർത്തീസ് ജ്വല്ലറിയുടെ ശത്രുവിനെ ഞാൻ കണ്ടെത്തി മൂർത്തീസ് ജ്വല്ലറിയുടെ തകർച്ച അവസാനിച്ചു എന്ന് പറയുന്ന ഒരു ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാകുമ്പോൾ താൻ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നമുക്ക് വാർദ്ധക്യം ബാധിച്ചെങ്കിലും നമ്മുടെ തലച്ചോറിനെ അത് ബാധിക്കാൻ പാടില്ല. മോളെ കൊണ്ടുവിട്ടോ?
കൊണ്ടുവിട്ടമ്മേ. ആദർശ് ഇവിടെ നിന്ന് പടിയിറങ്ങി പോയപ്പോ എന്നോടൊപ്പം നിന്ന് നിനക്ക് ഇപ്പൊ സെന്റിമെന്റ്സ് തുടങ്ങിയോ ചെയ്യാം? അങ്ങനെയൊന്നുമില്ല ചെ. നയനമോളെ കൊണ്ടുവിടണമെന്ന് പറഞ്ഞ് ഇവളെന്നെ വിളിച്ചു. അപ്പൊ കൂടെ പോയതേ ഉള്ളൂ. നമ്മുടെ ഗസ്റ്റ് ഹൗസിലല്ലേ അവർ താമസിക്കുന്നത്? അവിടെ സഹായിക്കാൻ ആളുകളുണ്ടല്ലോ, പിന്നെന്താ കുഴപ്പം? എന്ന് വെച്ച് സ്വന്തം മോനും മരുമോളും താമസിക്കുന്നിടത്തേക്ക് ഇവരൊന്ന് പോകണ്ടേ? ഇവര് മാത്രമല്ല, നമ്മളും അങ്ങോട്ട് പോവേണ്ടതാ. നമ്മളെന്ന് പറയണ്ട, തനിക്ക് പോണെങ്കിൽ പോവാ. ഞാൻ ഇടയ്ക്ക് പോവും. എനിക്ക് നയനമോളെ കാണാതിരിക്കാൻ പറ്റില്ല. മോളൊരു അമ്മയാകാൻ പോകുന്ന സമയമായത്. മൂർത്തീസ് ജ്വല്ലറിയുടെ പേര് കളഞ്ഞവൻ ആദർശ്. അവന്റെ മുഖം കാണാൻ എനിക്കിപ്പോ തോന്നുന്നില്ല. ദേവേ, ഇദ്ദേഹത്തിന്റെ സംസാരത്തിന് മറുപടി പറയാൻ നിന്നാ ഞങ്ങൾ തമ്മിൽ ഈ പ്രായത്തിൽ ഉടക്കുന്നത് നിങ്ങൾക്കും കാണേണ്ടി വരും. നയനമോള് പോയ ശേഷം ആ കൊച്ചൊരേ കരച്ചില. ചന്തുമോള് അതിനെ ഒന്ന് പോയി സമാധാനിപ്പിക്കും. അവിടെ ചെന്നപ്പോ എന്താണ് ചെയ്യാൻ അവൻ പറഞ്ഞത്? അവൻ തീവ്രമായ ശ്രമത്തിലാ അച്ഛൻ പറഞ്ഞ ആ ശത്രുവിനെ കണ്ടെത്താൻ. ഇനി കണ്ടെത്തിയിട്ട് എന്താ കാര്യം? ഈ വിഷു കഴിയുമ്പോ മിക്കവാറും മൂർത്തീസ് ജ്വല്ലറി താഴെ ഒന്നാമതാവാനുള്ള സാധ്യതയുണ്ട്. അത്രയ്ക്കൊന്നും താഴോട്ട് പോവില്ല ചെ. AN ജ്വല്ലറിയുടെ മുകളിലേക്ക് പോവോ? അത് സംശയ. കേട്ടില്ലേ പറഞ്ഞത്? അവൻ തീവ്ര ശ്രമത്തിലാണെന്ന്. അവൻ നമ്മുടെ ശത്രുവിനെ കൃത്യമായി കണ്ടെത്തും വസുന്ധരെ. എന്നിട്ട് ഇതുവരെ ഉണ്ടായ പരിക്കുകൾ മാറ്റിയിട്ട് മൂർത്തീസ് ജ്വല്ലറി പഴയതിലും പ്രതാപത്തിലേക്ക് എത്തിക്കും. നമ്മുടെ പേരക്കുട്ടി വയറ്റിലുണ്ടെങ്കിലും നയനമോൾ ആദർശിന് ബലമായിട്ട് നിൽക്കും. നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാവള്. ഇതുപോലുള്ള സാഹചര്യത്തിൽ ഉറപ്പായിട്ടും ഭർത്താവിന് തുണയായിട്ട് ഭാര്യ വേണം. എന്നാലും ഇതുപോലൊരു മുത്തശ്ശൻ ലോകത്ത് എവിടെയും കാണില്ല. അതുകൊണ്ടാണ് നമ്മുടെ ജ്വല്ലറി വേറിട്ട് നിൽക്കുന്നത്. നമ്മൾ എല്ലാവരും പോലെ ആയിക്കഴിഞ്ഞാൽ വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നെക്കാളും വളരണം ആദർശം. മരണശേഷം നമ്മുടെ ആത്മാവിനും രാജാവിനെ പോലെ തലയുയർത്തി നിൽക്കുന്ന ആദർശ് കാണാൻ കഴിയണം വസുന്ധരെ. ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതുപോലെ കഠിനമായ പരീക്ഷണങ്ങൾ കൊടുക്കാതെ വീട്ടുകാർ പിള്ളേരുടെ തോളിൽ കൈയിട്ട് നടക്കുക. ചില വീട്ടില് മദ്യപാനവും പുകവലിയും ഒന്നിച്ച അച്ഛനും മക്കളും തമ്മിൽ ഫ്രണ്ട്സാന്നാ പറയുന്നത്. അതെ, ഫ്രണ്ട്സാ. അതുകൊണ്ടാ അവർക്കിടയിൽ വഴക്കുണ്ടാകുമ്പോ അച്ഛനും മുൻ തല്ലുന്നത്. കഠിനമായ പരീക്ഷണങ്ങളെ അതിജീവിച്ച് വരുമ്പോൾ മാത്രമേ അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവുള്ളൂ. അവരുടെ ജീവിതം സുരക്ഷിതമാവുള്ളൂ. ഇവിടെ ഒരുത്തനുണ്ടല്ലോ അഭി, അവനെ പോലുള്ളവർക്ക് എന്ത് പരീക്ഷണം കൊടുത്താലും കാര്യമില്ല. അതുപോലെയല്ല ആദർശിനെ അനിയുടെയും കാര്യം. ആദർശ് മാറിയപ്പോ അതുകൊണ്ട് അനിയെ MD ആക്കാൻ ഞാൻ തീരുമാനിച്ചത്. ആ സമയത്ത് അവനും കഴിവ് തെളിയിക്കണം. ആദർശ് കുറച്ച് ദിവസം മാറി നിന്നാൽ, അവനൊരു അവശത വന്നാൽ ആ സമയത്ത് കമ്പനിയെ നയിക്കാൻ എനിക്ക് കഴിയണം. 2 കൊച്ചുമക്കളെയും വേദനിപ്പിക്കാനല്ല, മറിച്ച് അവനെ കുറച്ചുകൂടി ഉയരത്തിലെത്തിക്കാനാണ് എന്റെ ശ്രമം. അതിനിടയിൽ എന്നെ വെറുക്കുന്നവര് വെറുത്തോട്ടെ. മോളെ, എന്റെ മോള് വിഷമിക്കണ്ട കേട്ടോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മയച്ഛനെയൊക്കെ കാണാം. പിന്നെ എന്തിനാ മോളിങ്ങനെ സങ്കടപ്പെടുന്നത്? മോള് നല്ല കുട്ടിയായിട്ടിരിക്കെ, മിടിക്കായിട്ടിരിക്കും. എന്റെ മോക്ക് പുറത്തു പോണോ? മോളെ പുറത്തു കൊണ്ടുപോകാൻ മോളുടെ ചെറിയച്ചനോട് പറയട്ടെ. അങ്ങനെ വേണ്ടാന്ന് പറയില്ല കൂട്ടാ. ചെറിയച്ച മോളെ ഒന്നും ചെയ്യത്തില്ല. സ്നേഹത്തോടെ മോളെ പുറത്തൊക്കെ ചുറ്റിച്ചിട്ട് വരും. വഴക്ക് പറയും. ആര് വഴക്ക് പറഞ്ഞാലും ചെറിയച്ചിട്ട് കൂടെ മോളൊന്നും പുറത്തു പോയിട്ട് വാ. ഇപ്പോഴേ നമുക്ക് പോയി ബട്ടർഫ്ലൈ വരയ്ക്കാം.